ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ദീപക് അംബികയോട് പറയാം, അമ്മ ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് എൻ്റെ പാസ്പോർട്ട് ഇങ്ങോട്ട് എത്തിച്ച, അല്ലെങ്കിൽ വേണ്ട ഞാൻ രാത്രിയിൽ അങ്ങോട്ട് വരാം. എന്നാൽ ശരി മോനെ എന്ന് പറഞ്ഞിട്ട് അംബിക അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദാണ്ട യാമിനി അവിടെ നിൽക്കുന്ന ഒരു ഗ്ലാസ് സംഭാരമൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. സംഭാര ഗ്ലാസും പിടിച്ചോണ്ട് ചിരിച്ചോണ്ട് നിൽക്കുന്ന യാമിനിയെ കണ്ടിട്ട് എന്ത് പറയണമെന്നറിയാതെ അംബിക ഇങ്ങനെ പതറി നിൽക്കുക. എന്നാ ചേച്ചി ഇത് കുടിക്ക്, ചേച്ചിയുടെ ഈ സംരംഭത്തിന് സംഭാരം വളരെ നല്ലതാ. എടി, എനിക്ക് സംരംഭവും പരിഭവവും ഒക്കെ ഉണ്ടെന്നേ നിന്നോട് ആരാടി പറഞ്ഞത്? അയ്യോ, അത് പിന്നെ പറയണോ ചേച്ചി, ഇലക്ഷന് ചെറിയ പൊട്ടലൊന്നും അല്ലല്ലോ, വലിയ പൊട്ടലല്ലേ പൊട്ടിയത്. മുഖ്യമന്ത്രി ദീപക് സാറല്ലേ ഇപ്പൊ ചേച്ചിയെ വിളിച്ചത്. യാമിനി വേണ്ട, കളിയാക്കലൊന്നും വേണ്ട. ഇലക്ഷനെ ഞാൻ പ്രതാപന്റെ മുന്നണിയായിരുന്നു. എന്റെ മകൻ പോയി മറ്റൊരു മുന്നണിയിൽ മത്സരിച്ചതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? പ്രതാപവർമ്മയുടെ പാർട്ടിക്കാരവിടെ നിൽപ്പുണ്ടായിരുന്നു. ദീപക്കിനെ കണ്ടുകൊണ്ട് എല്ലാവരും കളിയാക്കിക്കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് പറയും, അല്ല അവിടെ നിന്ന് പ്രതാപവർമ്മ സാറിനെതിരെ മത്സരിച്ചിട്ട് പൊട്ടിയ ആളല്ലേ ഇത്. തൻ്റെ ഈ വിളറി വെളുത്ത മുഖം ഞങ്ങളൊന്ന് കണ്ടോട്ടെ. യാമിനിയാണെങ്കിൽ അംബികയെ വിടാൻ യാതൊരു പ്ലാനുമില്ല. എൻ്റെ ചേച്ചി, നിങ്ങളും നിങ്ങളുടെ മകനും അനന്തംപിള്ളയുടെ മുന്നണിയിലാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ മുഖ്യമന്ത്രിയുടെ അമ്മയുടെ ആ മന്ത്രിമന്ദിരത്തിലെ താമസമൊക്കെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ആയിപ്പോയല്ലോ. ഇവിടെ യാമിനിയിട്ട് അംബികയെ പൊരിക്കുന്നെങ്കിൽ അവിടെ ദീപക്കിനെ പ്രതാപൻ്റെ പാർട്ടിക്കാരിട്ട് പൊരിക്കുക. പ്രതാപവർമ്മ സാറിനെതിരെ മത്സരിക്കുന്ന ഒരു നീർക്കോലി. ദീപക്കാണെങ്കിൽ മനസ്സിൽ പറയാം, വേണ്ട ഇപ്പൊ ഒന്നും പറയണ്ട, എനിക്ക് സമയം ഇപ്പൊ തീരെ ശരിയല്ല, അതുകൊണ്ട് ഇവന്മാരെ അങ്ങ് വിട്ടേക്കാം എന്നും പറഞ്ഞ് കാറ് തുറന്ന് കാറിലോട്ട് കയറുമ്പോഴേ അവരെല്ലാരും കൂകി വിളിക്കുവാണ് ആ ദീപക്കിനെ. എടി യാമിനി, നീ ഒന്ന് ഓർത്തോ, നീ എന്നെ നോക്കി കളിയാക്കി പറയുന്ന ഓരോ വാക്കുകളും നിനക്കെതിരെ ഞാൻ കൊടുക്കാൻ പോകുന്ന അസ്ത്രങ്ങളാണ്. അവസരം കിട്ടുമ്പോഴൊക്കെ ഞാനത് നിന്റെ നേരെ പ്രയോഗിച്ചില്ലെങ്കിൽ എൻ്റെ പേര് പിന്നെ അംബിക വർമ്മയെന്നല്ല. ഇന്നാ നീ കൊണ്ടുവന്ന സംഭാരം എന്നും പറഞ്ഞ് അംബിക യാമിനിയുടെ കയ്യിലോട്ട് അത് കൊടുത്തിട്ട് ദേഷ്യത്തോടെ അങ്ങ് പോവുകയാണ്. പ്രതാപനാണെങ്കിൽ എന്തോ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും. ആ സമയത്ത് തന്നെ സദാശിവം പിള്ളയും ബാക്കി പാർട്ടി ആൾക്കാരെല്ലാവരും അങ്ങോട്ട് കയറി വരുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കാരമൊക്കെ പറഞ്ഞ് അവരെല്ലാവരും ആ സോഫയിലൊക്കെ ഇരിക്കുന്നുണ്ട്. സദാശിവൻ സാറ് പറയാം, എല്ലാവരും വളരെ സന്തോഷത്തിലാണ് സാറേ, ഒട്ടും പ്രതീക്ഷിക്കാത്ത വൻ വിജയമാണ് നമ്മുടേത്. കൂടെ വന്ന മറ്റുള്ളവർ പറയും, അടപടലം നമ്മൾ തൂത്തുവാരിയില്ലേ, സത്യം പറഞ്ഞ പ്രതിപക്ഷമില്ല, ആകെ 2 സീറ്റല്ലേ ഉള്ളു. ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ ഋതുമോളുടേതല്ലേ. അല്ല പ്രതാപ, ഋതുമോളും രാജുവും അവിടെ പോയി, അവർ പുറത്തു പോയിരിക്കും, ഇപ്പോൾ വരും. എന്നാൽ പിന്നെ നമ്മൾ എന്തിനാ താമസിക്കുന്നത്? ജനങ്ങൾ ഒന്നടങ്കവ അധികാരം നമ്മുടെ കയ്യിലോട്ട് നീട്ടി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഉടനെ തന്നെ ഇതിന്റെ അനന്തര നടപടികൾ തുടങ്ങണം. സംസ്ഥാന കമ്മിറ്റി കൂടുന്നതിന് മുൻപ് നമുക്ക് ചില ആശയവിനിമയങ്ങൾ കൂടി നടത്തണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നത്. അതിനെന്താ സദാശിവൻ സാറേ, സാറ് പറ. അപ്പൊ കൂടെ വന്ന ഒരാൾ പറയുന്നത്, വർമ്മ സാർ, സദാശിവൻ സാർ എല്ലാം പറയും. പ്രതാപവർമ്മ സാറിന്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ വരണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. സാറ് മുഖ്യമന്ത്രി, എത്ര അംഗ മന്ത്രിസഭ വേണമെന്നും ആരൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്നും എല്ലാം CM-ന്റെ നേതൃത്വത്തിലാണല്ലോ തീരുമാനിക്കേണ്ടത്. സാറേ, നമ്മളുടെ ഇടയിൽ ഇങ്ങനെ അധികാരമോഹികൾ അധികം ഒന്നും ഇല്ല, അതുകൊണ്ട് തീരുമാനം ഐക്യകണ്ഠേന ആയിരിക്കും എന്നിങ്ങനെ ഒരു വനിതാ നേതാവ് പറയുന്നുണ്ട്. പ്രതാപവർമ്മ സാർ മുഖ്യമന്ത്രിയാകണം, അതിൽ യാതൊരു മാറ്റവും ഇല്ല. അവരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും പ്രതാപൻ ഒന്നും മിണ്ടാ നിൽക്കുക. കൂട്ടാണിയിൽ ഒരാൾ ചോദിക്കുന്നത്, സാറെന്താ ഒന്നും മിണ്ടാത്ത? ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ നാളെ പറയാം. അതുവരെ മീഡിയയായിട്ട് യാതൊരു ചർച്ചയും പാടില്ല. സാറേ, അതിന് CM സാറാണെന്ന് പറഞ്ഞ് മീഡിയ വാർത്ത കൊടുത്തു തുടങ്ങി. അത് മീഡിയക്കാരുടെ ഭാവനയല്ലേ, അവരല്ലേലും അങ്ങനെയാണല്ലോ. സദാശിവൻ സാറ് വീണ്ടും പറയാം, അവരുടെ ഭാവന എങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങളുടെ ആഗ്രഹം സാറ് സാധിച്ചു തന്നേ പറ്റൂ. അപ്പോഴങ്ങോട്ട് രാജുവും ഋതികയും വരുന്നുണ്ട്. സദാശിവൻ സാർ ഉടനെ പറയാം, ഞങ്ങൾ മോളെയും രാജുവിനെ അന്വേഷിച്ച് പാർട്ടിയുടെ അതിശയകരമായ വിജയത്തിന്റെ മുന്നിൽ ഒരു ഭഗവത്ഗീതയും ഋതുമോളുമാണെന്ന് ജയിച്ചു വന്ന 138 MLA-മാർക്കും അറിയാം. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ അങ്കിളെ. ഒരു മാറ്റം ജനം ആഗ്രഹിച്ചിരുന്നു. കാറ്റ് നമുക്ക് അനുകൂലമായതുകൊണ്ട് വിജയം നമ്മളോടൊപ്പം നിന്നു. തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതംഗമയ. അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ച് കൊടുക്കുവാണ് സദാശിവൻ സാർ. തപസ്സിന്റെ സിമ്പലായിരുന്ന അനന്തംപിള്ളയെയും ശാശ്വതമായി ഇരുട്ടിന്റെ കാരാഗ്രഹത്തിൽ അടച്ചു. ജ്യോതിസ് പരത്തി മരിച്ചുപോയ പ്രസ്ഥാനത്തെ അമരത്വത്തിലോട്ട് കൊണ്ടുവരികയും ചെയ്തു. ഇതൊക്കെ ഋതുമോളുടെ മാത്രം കഴിവല്ലേ? പ്രശംസ മോക്ക് ഇഷ്ടമല്ലെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ പ്രശംസിക്കേണ്ടത് ഞങ്ങളുടെ കടമയും ഞങ്ങളുടെ നന്ദി പ്രകടനവുമാണ്. മോളുടെ ബുദ്ധിയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ. പ്രതാപൻ അഭിമാനത്തോടെ നിന്ന് സ്വന്തം മകളെ നോക്കിയിരിക്കുക. ഋതിക പറയുക, അല്ലെങ്കിലേ ഇതെന്റെ ബുദ്ധി മാത്രമല്ല, ഇതിന്റെ എല്ലാം പിന്നിൽ എൻ്റെ രാജുവാ. അത് കേട്ട് രാജു ഇങ്ങനെ അമ്പരന്ന് നിൽക്കുക. ഇതെപ്പോൾ സംഭവിച്ചു? ഞാൻ എന്ത് ചെയ്ത്? ഋതിക ഇങ്ങനെയാണല്ലോ മാറ്റി പറഞ്ഞത്. ഇതിൻ്റെ എല്ലാം ഫുൾ ചുക്കാൻ പിടിച്ചത് എൻ്റെ ഋതിക തന്നെ ആണല്ലോ.
ജയനും പൊടിയാടിയും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. ജയൻ പറയാം, എമ്പ്രാൻ അല്പം കട്ടുകുടിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്നാണ് പുരാണം. എമ്പ്രാനായ അനന്തംപിള്ള കള്ളപ്പണം ഉണ്ടാക്കി ഇലക്ഷനിൽ കൂടെ നന്നായിട്ട് ഒഴുക്കി. പരിസരവാസികളായ ഞാനും നീയും അല്പം തൊട്ട് നക്കി. അതൊരു തെറ്റാണോ പൊടിയാടി? അതേ ജയ, അതൊരു തെറ്റല്ലെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ അത് ഭയങ്കര തെറ്റാണെന്ന് ആ പോലീസ് മൂരാച്ചികൾ വിചാരിക്കുന്നു. എന്തായാലും ജയ, ആശാനകത്ത് കിടക്കുന്നതുകൊണ്ട് ശിഷ്യന്മാരായ നമ്മളെ രണ്ടുപേരെയും പൊക്കും. അയാൾ വലിയ നേതാവായതുകൊണ്ട് പോലീസ് അയാളെ തല്ലത്തില്ല. പക്ഷേ ജയ, എൻ്റെയും നിൻ്റെയും തണ്ണിമത്തൻ പോലുള്ള വയറുണ്ടല്ലോ, പോലീസ് അത് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തും. അത് മാത്രമല്ല, കേട്ടാലറയ്ക്കുന്ന അസഫ്യവും പറയും. അതിനിടോ പൊടിയാടി, എനിക്ക് അസഫ്യമൊക്കെ കേൾക്കുന്നത് വലിയ ഇഷ്ടം. അതിന് നീ മനുഷ്യജന്മം അല്ലല്ലോടാ. ഞാനൊരു കാര്യം പറയാം പൊടിയാടി, നീ വാൽപ്പാറയ്ക്കോട്ട് മുങ്ങ്, ഞാനാണെങ്കിൽ കൊടൈക്കനാലോട്ട് മുങ്ങാം. ഓ പിന്നെ, തമിഴ് പോലീസിൻ്റെ സഹായത്തോടെ കേരള പോലീസ് അവിടെ വന്ന് പിടിക്കും. അങ്ങനെ തമിഴിലുള്ള അസഭ്യവും കേൾക്കണം. എടാ പൊടിയാടി, പോലീസ് എന്ത് അസഭ്യം വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ നമ്മൾ കട്ടെടുത്തിയ പൈസ മാത്രം ചോദിക്കാതിരുന്നാൽ മതി. ഒരു 3-4 കോടിയൊക്കെ പൊടിയാടി അമ്മക്ക് ഇല്ലേ? അയ്യോ, ഞാൻ എങ്ങനെ മുക്കിയെന്ന അനന്തന്റെ കണ്ണ, മുക്കിയെന്നെങ്ങാനും അറിഞ്ഞാൽ അയാൾ തട്ടിക്കളയും. പൊടിയാടി മനസ്സിൽ പറയും, എൻ്റെ ദൈവമേ, കട്ടെടുത്ത പൈസയല്ല, എൻ്റെ അച്ഛൻ മാർക്കോസ് പൊടിയാടിയുടെ കല്ലറയ്ക്കുള്ളിൽ കൊണ്ട് തള്ളിയിട്ടിരിക്കുക. മാർക്കോസ് ചത്തുപോയെങ്കിലും എന്നേക്കാളും വലിയ കള്ളനാ. ഇനി കല്ലറ വെച്ചിരിക്കുന്ന ആ കാശ് പഠിച്ചോണ്ട് അയാൾ എങ്ങോട്ടെങ്കിലും പോകുമോ? ജയൻ ചോദിക്കുക, താൻ എന്താടോ പൊടിയാടി ഇത്രയ്ക്ക് അങ്ങോട്ട് ആലോചിക്കുന്നത്? അയ്യോ അതോ, എൻ്റെ അച്ഛൻ ചത്തുപോയ മാർക്കോസ് പൊടിയാടി ഭാവിയിലൊരു പുണ്യാളനാ. അദ്ദേഹത്തിനോട് ഞാനൊന്ന് പ്രാർത്ഥിച്ചതാ. അതൊക്കെ പോട്ടെ. എടാ ജയ, നീ കാശൊക്കെ എവിടാ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? അതെന്തിനാടോ പൊടിയാടി ചോദിക്കുന്നത്? അവിടെ വന്ന് അതോട് അടിച്ചെടുക്കാനാണോ? അയ്യോ എൻ്റെ പൊന്നു ജയ, അതിനൊന്നും അല്ല. ദയവ് ചെയ്ത് നീ അത് പോലീസിന് കൊടുക്കരുത്. നീ കാശ് കൊണ്ടുപോയി ഏതെങ്കിലും സെപ്റ്റി ടാങ്ക് കൊണ്ട് താക്ക്. അവിടെ ആണെങ്കിൽ പോലീസ് വന്ന് കയറി നോക്കത്തില്ലടാ, അവന്മാരുടെ തല കറങ്ങും. അയ്യടാ, താൻ കൊള്ളാവലോടോ പൊടിയാടി. സെപ്റ്റി ടാങ്കിലെ കാശ് കൊണ്ട് സൂക്ഷിച്ചാലേ കാശങ്ങ് ദ്രവിച്ചു പോവും. എനിക്കിട്ട് താൻ പണി തരുവാണല്ലേ? അയ്യോ ഒരിക്കലും അല്ല ജയ, നമ്മൾ രണ്ടുപേരും പൊളിറ്റിക്കൽ ഫ്രോഡുകളാണല്ലോ. ആ ഒരു വർഗസ്നേഹം കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാ. ഇവിടെ പൊടിയാടി, ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നിട്ട് എന്ത് കാര്യം? പോലീസ് പിടിക്കുന്നതിന് മുമ്പ് എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കണമല്ലോ. ഞാനൊരു കാര്യം പറയാൻ ചെയ്യാം, നമുക്ക് IG-യുടെയോ DGP-യുടെയോ വീട്ടിൽ പോയി ഒളിച്ചിരുന്നാലോ? അവിടെ ആവുമ്പോൾ പോലീസ് നമ്മളെ പിടിക്കത്തില്ലല്ലോ. എടാ പൊട്ട, നടപ്പുള്ള കാര്യം എന്തെങ്കിലും പറയടാ. ജയം പറയാം, ഞാനൊരു കാര്യം പറയാം, നമുക്ക് കാഷായ വേഷം ധരിച്ചങ്ങ് കാശിയിലോട്ട് പോകാം. അങ്ങനെ കുറെ സന്യാസികളെ പോലെ അവിടേക്ക് അലഞ്ഞു നടക്കാം. ഒടുവിൽ കേസും ബുക്കാരും ഒക്കെ കഴിയുമ്പോൾ നമുക്കിങ്ങ് തിരിച്ചു വരാന്നേ. അത് കൊള്ളാലോടാ ജയ, എന്നാ വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് രണ്ടുപേരും അവിടെ എഴുന്നേറ്റ് പോവുകയാണ്. ഒരു 5 അടി അങ്ങോട്ട് നടന്നില്ല, അപ്പൊ 2 പോലീസുകാരെതിരെ വരുന്നുണ്ട്. പൊടിയാടി വിറയ്ക്കാൻ തുടങ്ങി. ജയ അങ്ങോട്ട് നോക്കിക്കേ, ദാണ്ട പോലീസ്. അയ്യോ, പോലീസാണോ യമകാലന്മാരാണോ വരുന്നതെന്നൊന്നും അറിയുന്നില്ലല്ലോ. രണ്ടുപേരുടെയും പരിങ്ങിയുള്ള നിപ്പ് കണ്ടിട്ട് പോലീസുകാരിൽ ഒരാൾ പറയും, സാറേ ഇതാ ഓമാരല്ലേ, നിൽക്കടാ അവിടെ എന്നിങ്ങനെ പറയുന്നാണ്ട് പൊടിയാടിയുടെ മുന്നിൽ നിന്ന് ജയൻ എങ്ങോട്ടോ അപ്രത്യക്ഷനായി. പൊടിയാടി അന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കോ, ഇവൻ എൻ്റെ അടുത്ത് നിന്ന് തന്നെ ഇത്ര പെട്ടെന്ന് ഇത് എങ്ങോട്ട് പോയി? പൊടിയാടി പെട്ടെന്ന് കുറച്ച് ധൈര്യമൊക്കെ അങ്ങോട്ട് സംഭരിച്ച് അവൻ്റെ മീശയൊക്കെ അങ്ങോട്ട് പിരിച്ചു വെച്ചുകൊണ്ട് പോലീസുകാരുടെ നേരെ വലിയ ധൈര്യത്തോടെ അങ്ങോട്ട് പോവുകയാണ്. പോലീസുകാരനൊന്ന് നോക്കിയിട്ട്, എന്താടാ ഇത്ര ചോദിച്ചുള്ളൂ? ദാണ്ട പൊടിയാടി കരയാൻ തുടങ്ങി. നിങ്ങൾ എന്നെ പിടിക്കാൻ വരുവാന്നറിയാം, അതുകൊണ്ട് എളുപ്പത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നതാ. എന്നെ നിങ്ങൾ വേഗം പിടിച്ചോണ്ട് പോയിക്കോ, വേണമെങ്കിൽ എന്നെ എത്രത്തോളം വേണമെങ്കിലും ഇടിച്ചോ, പക്ഷേ എന്നെ അസഭ്യം പറയല്ലേ, വാടാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ 2 പോലീസുകാരും പൊടിയാടിയെ പിടിച്ചോണ്ട് പോവുകയാണ്. പോലീസ് ക്ലബ്ബിൽ അനന്തംപിള്ളയെ ചോദ്യം ചെയ്യുവാണ് SI. അവർ പറയുന്നുണ്ട്, മിസ്റ്റർ അനന്തംപിള്ളെ, പോലീസ് ക്ലബ്ബിൽ നിങ്ങളെ എപ്പോഴും ഇങ്ങനെ ഇരുത്തി ചോദ്യം ചെയ്യാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾക്ക് നിങ്ങളെ കോടതിയിൽ ഹാജരാക്കണം. കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു കേസാണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം ഞങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്തേ പറ്റൂ. നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് വല്ലതും നിങ്ങൾക്കറിയാവോ? അനന്തംപിള്ള അന്നേരം പറയാം, ഞാനതിന് തെറ്റൊന്നും ചെയ്തില്ലല്ലോ, എനിക്ക് ശരിയെന്ന് തോന്നിയത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. വോട്ട് വാങ്ങാൻ പണം ഒഴുക്കുന്നതാണോടോ ശരിയെന്ന് തോന്നുന്ന നടപടി? അത് നേരിട്ട് നിയമത്തിന്റെ കുരുക്കിലേട്ടുള്ള ടിക്കറ്റ് എടുപ്പിലാണ്. തെരഞ്ഞെടുപ്പിൽ അനധികൃതമായി പണം വിതരണം ചെയ്യുന്നത് അത്ര ചെറിയ കാര്യമൊന്നും അല്ല, നേരിട്ടുള്ള നിയമലംഘനമാണത്. DNS പ്രകാരം കുറഞ്ഞത് 1 വർഷമെങ്കിലും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. തെളിവുകളും സാഹചര്യ തെളിവുകളും എല്ലാം നിങ്ങൾക്ക് പ്രതികൂലമാണ്. അനുകൂലമായ ഒരു ഘടകവും ഇല്ല. നിങ്ങൾ ഇത്രയും വലിയൊരു നേതാവായിരുന്ന ആളല്ലയോ? അതുകൊണ്ട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അനന്തംപിള്ള ആകെ തകർന്നിരിക്കുക. അനന്തംപിള്ള പറയാം, സത്യം പറയാമല്ലോ, വീഴ്ച പറ്റിയത് എനിക്ക് തന്നെയാണ്. അധികാരം പിടിച്ചെടുക്കണമെന്നുള്ള ആവേശത്തിലും അതിമോഹത്തിലും
ഞാൻ എന്നെ സ്വയം മറന്നുപോയി. ഞാൻ ഒന്ന് ആലോചിച്ചോട്ടെ, എനിക്കൊരു 10 മിനിറ്റ് സമയം തരണം. അതിനെന്താ ശരി എന്ന് പറഞ്ഞിട്ട് വനിതാ ഓഫീസർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഈ സമയം രാജുവും ഹൃദയങ്ങളെ പത്മയെ കാണാൻ വന്നിരിക്കുക. പത്മ വളരെ സന്തോഷത്തിലാണ്. അങ്ങനെ അച്ഛൻ്റെ തകർന്നുപോയ പാർട്ടിയെ എൻ്റെ മക്കൾ 2 പേരും ചേർന്ന് പുനർജീവൻ കൊടുത്തു. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേമ്മേ, ഞാൻ എൻ്റെ അച്ഛനൊരു ഗീതോപദേശം കൊടുത്തു എന്നുള്ളത് ശരിയാ, പക്ഷെ ഇതിന്റെ ഫുൾ ക്രെഡിറ്റും രാജുവിനുള്ളതാ. അമ്മേ, ദാണ്ടിത് ചുമ്മാതെ പറയാ. അമിത വിനയം കാണിച്ച് ഹൃദയ ത്യാഗിയാകാൻ നോക്കുക. നിരാശയിലേക്ക് മാറിപ്പോയ വർമ്മ സാറിനെ ഈ അവസ്ഥയിലോട്ട് തിരികെ കൊണ്ടുവന്നത് അമ്മയുടെ ഈ മകള് തന്നെയാ. അത് കേട്ടിട്ട് പത്മ പറ, അങ്ങനെ നീ പറഞ്ഞാലും അതങ്ങോട്ട് മുഴുവനായിട്ട് ഞാൻ വിശ്വസിക്കത്തില്ല. ശിവന്റെ സാമീപ്യമില്ലാതെ ശക്തിക്ക് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അകലെയായാലും ശിവൻ അനുകൂലമായിട്ട് നിന്നാ മതി. ഞാൻ പറഞ്ഞു വന്ന എന്താണെന്നറിയാവോ രാജു? രാജുവിന്റെ സപ്പോർട്ടില്ലാതെ ഋതുമൊക്കൊന്നും ചെയ്യാനാവില്ല. അമ്മേ, അതൊക്കെ അമ്മയുടെ വെറും തെറ്റിദ്ധാരണയാ. ഈ നിൽക്കുന്ന ആരാന്നാ വിചാരിച്ച? പുലിയാ, വെറും പുലിയല്ല, പൊപ്പുലി. എന്റെ മോനെ രാജു, പുള്ളിപ്പുലിയോ കള്ളിപ്പൂച്ച എന്തോ ആയിക്കോട്ടെ, ഇലക്ഷൻ തകർത്ത് വാരിയല്ലോ. പ്രതാപേട്ടന്റെ പ്രസ്ഥാനം തിരിച്ചു വന്നല്ലോ. ഉടനെ ഹൃദയ പറയാം, അയ്യടാ, അത് ഭർത്താവിന്റെ പ്രസ്ഥാനം മാത്രമല്ല, എൻ്റെ അപ്പൂപ്പൻ മഹാദേവവർമ്മയുടെ പ്രസ്ഥാനം കൂടിയാ. അമ്മയെ പിന്നെ ജഗന്നാഥനെങ്കിലിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ആനന്ദംപിള്ള ഇപ്പോഴാണെങ്കിൽ പോലീസ് കസ്റ്റഡിയിലാ. എങ്ങനെ കണ്ടെത്തുമെന്ന് അമ്മ ഞങ്ങൾ ആലോചിക്കുന്നത്? എങ്ങനെയും കണ്ടെത്തണം രാജു. ആ ആനന്ദംപിള്ള ദുഷ്ടനാ. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ സമയം പത്മാവതിയുടെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. പത്മാവതി ഒന്നാകെ പതറുവാണ്. അത് മിക്കവാറും പ്രതാപൻ്റെതാവും. പെട്ടെന്ന് പത്മാവതി പറയാം, മക്കളെ ഒരു നിമിഷം എന്നും പറഞ്ഞ ഫോണും കൊണ്ട് പത്മാവതി അകത്തോട്ട് കയറി പോവാണ്. ഹലോ സാറേ, ആ സിസ്റ്റർ പവിത്ര, തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞു സാർ, ഒത്തിരി സന്തോഷം. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എൻ്റെ അഭിനന്ദനങ്ങൾ സാർ. അപ്പോൾ സാറിനി മുഖ്യമന്ത്രിയാകുമല്ലോ. എല്ലാവരും എന്നെ അങ്ങനെ നിർബന്ധിക്കുന്നു, പക്ഷെ ഞാൻ ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാൽ സാറിൻ്റെ ഒരു വെൽവിഷറായി ഞാനും നിർബന്ധിക്കുന്നു. സാറ് തന്നെ മുഖ്യമന്ത്രിയാകണം. അത് ഞങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയാണ്. അതിന് സിസ്റ്റർ എൻ്റെ വെറുമൊരു വെൽവിഷർ മാത്രമല്ലല്ലോ, എൻ്റെ ജീവൻ രക്ഷിച്ച ആളുകൂടിയല്ലേ. സാറിൻ്റെ ജീവൻ രക്ഷിച്ചത് ഭഗവാനാണ്, സാക്ഷാൽ മഹാദേവൻ. ഉടനെ പ്രതാപം പറയാം, ആ മഹാദേവൻ എന്നുള്ള പേര് എനിക്കൊരു വികാര പ്രപഞ്ചമാണ്. അതെൻ്റെ ഗുരുവിൻ്റെ പേരാണ്, മഹാദേവവർമ്മ. പെട്ടെന്ന് പത്മ പറയാം, സാറ് മുഖ്യമന്ത്രിയാകണം. അത് മലയാളികളുടെ പ്രാർത്ഥന. അതിന് ഞാൻ ഒന്നും തീരുമാനിച്ചിട്ടില്ല പവിത്ര. നാളെയാണ് നിർണായകരമായ ആ തീരുമാനം. സിസ്റ്റർ കൂടി ഇവിടെ ഉണ്ടാകുമോയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിസ്റ്റർ വരുമോ? ആ ചോദ്യം കേട്ട് പത്മയാകെ ഇങ്ങനെ പതറി നിൽക്കുമോ. ആ സമയത്ത് ഹൃദയ സന്തോഷത്തോടെ അങ്ങോട്ട് വന്നിട്ട്, അമ്മേ, ആരാ ഫോണില്? പത്മാവതി ആകെ ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഹൃദയ കൈകൊണ്ട് കാണിക്കുന്നു, പൊയ്ക്കോ എന്ന്. പ്രതാപൻ ഉടനെ ചോദിക്കും, ആരാ ഇപ്പൊ സിസ്റ്ററെ വിളിച്ചത്? സിസ്റ്ററുടെ അടുത്താരാ ഉള്ളത്? അല്ല, അമ്മേന്നാണല്ലോ വിളിച്ചത്. അതാരാ? അയ്യോ, അതെന്റെ ഒരു ക്ലൈന്റാ. ക്ലൈന്റോ? ക്ലൈന്റ് അമ്മയെന്ന് വിളിക്കുവോ? അതെന്റെ ചേച്ചിയുടെ മോളാ, അവൾ എന്നെ അമ്മയെന്നാ വിളിക്കുന്നത്. ഓ, അങ്ങനെയാണോ? അപ്പോൾ ഞാൻ നാളെ മുഖ്യമന്ത്രി ആകണോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ട ദിവസം നാളെയാണ്. നാളെ ഉറപ്പായിട്ട് സിസ്റ്റർ പവിത്ര വന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ ഫോൺ കട്ട് ചെയ്ത് പത്മയാകെ ഊരാക്കുടുക്കിൽ അകപ്പെട്ട പോലെ നിൽക്കുക. രാജു ഋതുയോട് പറയാം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇലക്ഷന്റെ പണിയെല്ലാം ഋതു തന്നെയല്ലേ ചെയ്തത്? പിന്നെ ഈ ക്രെഡിറ്റ് എല്ലാം എന്തിനാ എനിക്ക് തരുന്നത്? അതോ എൻ്റെ അച്ഛൻ്റെ സന്തോഷം, എൻ്റെ ഭർത്താവിൻ്റെ സൽപ്പേര്, ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ എനിക്കായിട്ടൊരു പ്രത്യേക ഗുഡ് ഇമേജ് ഒന്നും വേണ്ട. അപ്പോൾ പത്മ അങ്ങോട്ട് വരുന്നുണ്ട്. ഹൃദയ ചോദിക്കും, ആരോടായിരുന്നു അമ്മയെ കത്തി വെച്ചോണ്ടിരുന്നത്? മോളെ, അതെൻ്റെ ഒരു പഴയകാല ബന്ധുവായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ വിളിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തിൻ്റെ പോലെ ഭാവിയിലും നിങ്ങൾ 2 പേരും പ്രതാപേട്ടൻ്റെ ഇടവും വലവും ഉണ്ടായിരിക്കണം. അത് പിന്നെ പ്രത്യേകം പറയണോ അമ്മേ? എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ പത്മയോട് യാത്ര പറഞ്ഞ് രാജുവും ഋതികയും അവിടുന്ന് പോവുകയാണ്. പത്മ ആകെ സങ്കടത്തിൽ നിൽക്കുക. എൻ്റെ ദൈവമേ, നാളത്തെ ദിവസം എന്ത് ചെയ്യും? ഈ സമയം കൊച്ചമ്മണിയാണെങ്കിൽ രാജുവിൻ്റെ വീട്ടിലൊരു ചെയറിലിരുന്നുകൊണ്ട് ന്യൂസ് പേപ്പർ എടുത്ത് ഇങ്ങനെ വീശിക്കൊണ്ട് പറയാ, പണ്ടൊക്കെ ഈ ചൂട് സമയത്ത് വീശാൻ വിശറി ഉണ്ടായിരുന്നു, രാമച്ച വിശറി. ഇന്ന് അതുവല്ലതുമാണോ ഈ ചൂടത്ത്? ഫാനും കൂളറും AC ഒക്കെ അല്ലയോ? ഇങ്ങനെ പോവുകയാണെങ്കിൽ നടക്കുന്ന വഴിയിലല്ല AC പെടലിക്ക് കെട്ടിവെച്ചോണ്ട് തന്നെ പോണം. അപ്പോഴങ്ങോട്ട് 2 പോലീസുകാർ വരുന്നുണ്ട്. ഒച്ചമണി വലിയ ഗമേൽ, അവിടെ നില്ല, ഇതെന്തൊരു പരിപാടിയാ? ഞാനൊരാളോടെ മല പോലെ ഇരിക്കുന്നത് കണ്ടില്ലയോ? ഓ, നിങ്ങൾ പോലീസുകാരാണല്ലേ? പോലീസുകാർ വിടുവോ? അല്ല, വേഷം കണ്ടിട്ട് എന്ത് തോന്നുന്നു? അല്ല, വേഷം കണ്ടിട്ടേ പോലീസുകാർക്കുള്ള ഒരു ഗമയില്ല. എന്തായാലും ആട്ടെ പോട്ടെ, ഇരിക്കട്ടെ, അവിടെ നിൽക്കട്ടെ. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? ഒറ്റമ്മയുടെ അഹങ്കാരത്തിന് പോലീസുകാരൻ പറയാം, ഞങ്ങൾ തോന്നിക്കൽ പഞ്ചായത്തിൽ അരി പെറുക്കാൻ വന്നവരല്ല. ആ ജയൻ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വന്നതാ. അയ്യോ, ജയൻ കുറെ ദിവസം കൊണ്ട് ഇവിടെ ഇല്ല. അല്ല, അമ്മച്ചി ആരാ ജയന്റെ? അയ്യോ, ഞാൻ ആരുമല്ല ജയന്റെ. ജയൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ നിന്ന്. ഞാനാണെങ്കിൽ ഈ വീട്ടിൽ വിരുന്ന് വന്നിരിക്കുന്ന ഒരു അകന്ന ബന്ധുവാ. ജയൻ ഈ വീട്ടിലില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സത്യവാ.
വിശ്വാസമില്ലെങ്കിൽ സാറന്മാർ ഇങ്ങോട്ട് വന്ന് കയറി നോക്ക്. അല്ല, ഈ വീട്ടിൽ മറ്റാരുമില്ലേ? ഇവിടെ 5-6 ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെയുള്ള 2 പേർക്ക് ചിക്കൻ ബോക്സാ. അതുകൊണ്ടാണ് ആരും പുറത്തോട്ട് വരാത്തത്. അപ്പോൾ പോലീസുകാരൻ എന്തോ ഒരു പേടി പോലാണെന്ന് തോന്നുന്നു. എന്നാലേ ജയൻ വന്നാൽ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വരാൻ പറയണം. ഇല്ലെങ്കിൽ അവനെ ഞങ്ങൾ എവിടിട്ടായാലും പിടിക്കും എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ പോവാ. കൊച്ചമണി ഒരോട്ടം. അയ്യോ വേണുവാശാനേ, രാധമ്മേ, എൻ്റെ പൊന്നുമരുമോളെ ഇങ്ങോട്ട് ഓടിവായോ. ആരും അറിയാത്തതുകൊണ്ട് അവരെല്ലാം അങ്കലപ്പെട. അയ്യോ എന്ത് പറ്റി? പ്രിയ ചോദിക്കുക, ഇവർക്കെന്താ ഹാർട്ട് അറ്റാക്കോ വല്ലതും ആണോ? അയ്യോ പോലീസോ? ഒന്ന് തെളിച്ച് പറ ജയന്റെ അമ്മേ. ആണ്ട ഈ പ്രിയയുടെ ഭർത്താവ് ജയനെ തിരക്കി പോലീസുകാർ വന്നിട്ട് പോയി. വേണുവേട്ടാ, അതെന്തിനാ അവനെ തിരക്കി പോലീസ് ഇവിടെ വരുന്നത്? പക്ഷെ പ്രിയയ്ക്ക് കാര്യം പിടികിട്ടി. പ്രിയ ആകെ ഇങ്ങനെ ഒരു പതറി നിൽക്കുക. വല്ല കളവ് കേസും ആയിരിക്കും രാധമ്മേ. പ്രിയ ദേണ്ട തള്ളെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് കളവ് കേസ് വല്ലതും ആണെങ്കിൽ ദാണ്ട ഇവളെ ഈ പ്രിയം വന്ന് പോലീസ് പിടിക്കും. കളവ് ചെയ്യുന്നതിനേക്കാളും കുറ്റകരമാണ് കളവ് മുതൽ ഒളിപ്പിക്കുന്നത്. ഇവള് ദാണ്ട കളവ് മുതൽ ഒളിപ്പിക്കുന്നവളാ. രാധമ്മയ്ക്ക് ദേഷ്യം സഹിക്കാമേ. ദാണ്ട അമ്മേ, കാര്യമൊക്കെ കൊള്ളാം. എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഉടനെ വേണുവേട്ടൻ പറയാം, നല്ല അന്തസ്സായിട്ടാ ഞങ്ങളുടെ മോളെ വളർത്തിയത്. അവളിനി അഥവാ എന്തെങ്കിലും കന്നന്തിരിവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മകൻ പഠിപ്പിച്ചതാ. വേണുവേട്ട എന്തൊക്കെയാ കേൾക്കുന്നത്? എന്തിനാ ജയനെ പോലീസ് തിരക്കുന്നത്? ഇലക്ഷന്റെ പേരും പറഞ്ഞ് അനന്തംപിള്ള പല കൊള്ളരായ്മകളും ചെയ്തില്ലേ? ഇപ്പോൾ അനന്തംപിള്ള അകത്തായി. ഈ ജയൻ അയാളോടൊപ്പം ഉടുമ്പിനെ പോലെ നടന്നതല്ലയോ? അതിനായിരിക്കും ചിലപ്പോൾ പോലീസ് തപ്പുന്നത്. ഡി പ്രിയ, സത്യം പറ, നിനക്ക് വല്ലതും അറിയാവോ? എനിക്ക് ഒന്നും അറിയില്ലച്ചാ. കൊച്ചമ്മണി പറ, ഇല്ല, ഇവക്കെല്ലാം അറിയാം. അവനെ കക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ ഇവൾ ഒറ്റ ഒരുത്തിയാ. ദാണ്ട തള്ളേ, ഇനിയും മര്യാദകേട് പറഞ്ഞ പ്രായമൊന്നും ഞാൻ നോക്കത്തില്ല കേട്ടോ. ഒന്നും പറയാതെ മോളെ, അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അവർ പഠിച്ചതല്ലേ അവർ പറയത്തുള്ളൂ. വേണുവേട്ടൻ പറയും, ഇവരെ മാത്രം അങ്ങനെ കുറ്റം പറയണ്ട. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെയാ ഇവിടെ നടന്നത്? കെട്ടുകണക്കിന് നോട്ടുകൾ ഇവിടെ പറക്കുമല്ലായിരുന്നു. കിട്ടിയവരൊക്കെ വാരി. ദാണ്ട് ഒരു വിവരമില്ലാത്ത ഈ തള്ള വരെ വാരി. അയ്യോ, അതൊരു അപരയായിട്ടല്ലയോ അച്ഛാ. അതുകൊണ്ട് അച്ഛാ അതങ്ങ് വിട്ടേര്. ഈ ഒരൊറ്റ ഇലക്ഷൻ കൊണ്ട് എത്ര പേരുടെ ജീവിതമാണ് മാറ്റിമറിച്ചതെന്ന് അറിയാവോ? പക്ഷെ സത്യമുള്ളത് മാത്രമേ എന്നും നിലനിൽക്കൂ. നല്ല മനസ്സുള്ളവർക്ക് നല്ലതും കിട്ടി, അതില്ലാത്തവർക്ക് തിരിച്ചടിയും കിട്ടി. ഈ സമയം ജയൻ ആൾമാറാട്ടം പോലെ തലയിലൊരു തുണിയൊക്കെ കെട്ടിക്കൊണ്ട് മതിൽ ചാടി വരിക. പ്രിയ അത് കണ്ട്, അയ്യോ ജയേട്ടാ ഒന്ന് പതുക്കെ, അച്ഛൻ കേൾക്കും. അയ്യോ പ്രിയ, എൻ്റെ കാലൊടിഞ്ഞെന്ന് തോന്നുന്നു. എൻ്റെ മനുഷ്യ, നിങ്ങളെ അന്വേഷിച്ചിവിടെ പോലീസുകാർ. അയ്യോ എൻ്റെ പ്രിയയെ പോലീസ് എന്നെ വലവീശി പിടിക്കാൻ നിങ്ങളെന്താ മീനോ? ഇങ്ങോട്ട് വന്നേ. അങ്ങനെ പ്രിയ ജയനെ ബെഡ്റൂമിൽ കൊണ്ടുവന്നിട്ട് പറയാം, എലി മാളത്തിൽ ഒളിക്കുന്ന പോലെ നിങ്ങൾ ഇതിനകത്ത് ഒളിച്ചോ. പോലീസ് എന്നല്ല, ആരും നിങ്ങളെ കണ്ടുപിടിക്കത്തില്ല. അതെങ്ങനെയാ? എൻ്റെ മഹത്തായ തള്ളെ ഒരുത്തി മതിയല്ലോ. അവരെന്നെ പിടിച്ച് പോലീസിൻ്റെ കൊടുക്കും. അവരെ ഞാൻ ശരിയാക്കാം. ഞാൻ ഈ മുറി തൽക്കാലം അങ്ങോട്ട് അടയ്ക്കുക. അനങ്ങാതെ ഇവിടെ ഇരുന്നോണം എന്നും പറഞ്ഞ് മുറി പുറത്തുനിന്ന് അടച്ചിട്ട് പ്രിയ ഇങ്ങോട്ട് നടന്നു വന്നിട്ട് ആകെ ഇങ്ങനെ വിറച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പക്ഷേ പോലീസുകാരോടെ ഒന്ന് നിൽക്കുന്നുണ്ടോ എന്നറിയില്ല. കൊച്ചമ്മയുടെ നിലനിൽപ്പിന് വേണ്ടി സ്വന്തം മകനാണെന്ന് പോലും നോക്കാതെ കൊച്ചമ്മണി പോലീസുകാർക്ക് ഒറ്റ കൊടുക്കുക തന്നെ ചെയ്യും. ജയൻ അവിടെ ഉണ്ടെന്നും പറഞ്ഞു കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ നോട്ടുകെട്ടുകളെല്ലാം, അതായത് അധ്വാനിക്കാതെ കിട്ടുന്ന മുതലുകളൊന്നും ആർക്കും സ്വന്തമല്ല. അത് ചെന്ന് ചേരേണ്ടടുത്ത് തന്നെ ചെന്ന് ചേരും. അതെന്തായി മാറുമെന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.